വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ഇവിടെ മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടന തന്നെയും ഏറ്റവും വലിയ അപകടത്തിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് കനത്ത പരാജയം രാജ്യത്ത് സംഭവിക്കണം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള പൊതു നിലപാട് രാജ്യത്താകെ ഉയർന്നു വന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇത് BJPക്കും മനസ്സിലായിട്ടുണ്ട്. തങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വെപ്രാളത്തിൽ രാജ്യത്താകെ BJP നീങ്ങുന്നതും കാണാൻ കഴിയും. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു BJP ഭരണം പാടില്ല എന്ന നിലപാട് ശക്തമായി വരുന്നു. ആ തരത്തിലുള്ളൊരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ BJPയെ സാധാരണ നാട് അംഗീകരിക്കാറില്ല. ഇത്തവണയും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും BJPക്ക് ജയിച്ചു വരാനാകില്ല എന്ന പൊതുവായ നിലപാടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പുതിയ അനുഭവം നാടിന് സമ്മാനിച്ചൊരു കാലയളവാണ്. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത്. അത്തരമൊരു സമീപനം BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പാർലമെൻറ്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗം അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു പ്രത്യേക പ്രചരണ രീതിയാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാജ്യത്താകെ, നമ്മുടെ സംസ്ഥാനത്താകെ ഒരു പ്രചരണം അഴിച്ചുവിട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല, കേവല ഭൂരിപക്ഷം ഉണ്ടാകില്ല.
കേവല ഭൂരിപക്ഷം ഒരു കക്ഷിക്കും ലഭിക്കാതിരുന്നാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കാൻ വിളിക്കുക. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി മാറിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കില്ല. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ ജയിപ്പിക്കണം. ഇത്തരമൊരു അഭ്യർത്ഥനയാണ് ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് വെച്ചത്. നമ്മുടെ മലയാളികൾ ശുദ്ധാത്മാക്കളാണല്ലോ. അപ്പോൾ അവർ പൊതുവേ ഈ പറഞ്ഞതിലൊരു വസ്തുതയില്ലേ എന്ന് ആലോചിച്ചു. LDF ആയാലും UDF ആയാലും എല്ലാവരും BJPക്ക് എതിരാണ്. പക്ഷെ ഗവൺമെൻറ് രൂപീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യം വേണ്ടേ? ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി മാറണ്ടേ? അതിന് കോൺഗ്രസ് ജയിച്ചു പോകുന്നതല്ലേ നല്ലത്? UDF ജയിക്കുന്നതല്ലേ നല്ലത്? ഈ ഒരു നിലപാടെടുക്കുമ്പോൾ LDFിനോട് യാതൊരു വിരോധവുമില്ല. ഒരു വിപ്രതിപത്തിയും LDFിനോടില്ല. ഇത്തവണ ഇത്തരം ഒരു നിലപാടെടുക്കാം എന്ന് ചിലർ കണക്കാക്കി. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അതിൻ്റെ കെടുതി അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. അതായത് തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം, LDFന് കനത്ത തിരിച്ചടി, അതാണ് ഉണ്ടായത്. അപ്പോൾ UDFൻ്റെ മികച്ച വിജയത്തിൻ്റെ ഭാഗമായി 20-ൽ 18 സീറ്റ് ഒടുവിലത്തെ കക്ഷിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ 18 സീറ്റ് UDFിനോടൊപ്പം, 2 സീറ്റ് LDFിനോടൊപ്പം. ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള MP-മാരാണ് LDFിനോടൊപ്പം ഉണ്ടായത്. ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ വോട്ട് ചെയ്ത് ഇവരെ അയച്ച ആളുകൾ ഈ 5 വർഷക്കാലവും വലിയ തോതിൽ മനോവേദന അനുഭവിക്കുന്നതിനിടയാക്കി. രാജ്യത്ത് ഒരുപാട് പ്രശ്നം ഉയർന്നു വരുന്നു. ആ പ്രശ്നങ്ങളിൽ ഒന്നിലും ഈ 18-അംഗ സംഘത്തെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയില്ല. കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ മുഴങ്ങേണ്ട ഘട്ടം ശബ്ദം നേർത്തതായി പോയി. കാരണം 20-ൽ 18 നിശബ്ദം, 2 പേരേ ഉള്ളൂ. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു അനുഭവമാണ്. എല്ലാവരും അതിൽ വേദനിച്ചു. ഇവരെയാണല്ലോ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, കേരളത്തിൽ നരേന്ദ്രമോദി വിമർശിക്കുന്നതിനേക്കാളും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനേക്കാളും കൂടുതൽ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ LDFിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുവെന്നാണ്. അപ്പോൾ
രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക നിലപാട് ഒന്നിച്ചെടുക്കുകയാണ്. അത് കേരളത്തിനെതിരായ നിലപാടാണ് എന്നതാണ് വസ്തുത. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ, അതായത് കോൺഗ്രസിനെ, വിമർശിക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നയം BJPയുടെ നയം തന്നെ. പക്ഷെ അത് ജനവിരുദ്ധമായിരുന്നു. ആ നയം സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും അതിസമ്പന്നരെ കൂടുതൽ സമ്പത്തിലേക്ക് നയിക്കുകയും ചെയ്ത നയമാണ്. സമ്പന്നർക്കും അതിസമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയുള്ള ഒരു നയം. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിച്ചൊരു നയം. നരേന്ദ്രമോദിക്ക് ചോദിക്കാം, അത് ഞങ്ങളുടെ നയമല്ലേ, BJPയുടെ നയമല്ലേ? അതെ, BJPയുടെ നയം തന്നെ, സംശയമില്ല. നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് 2ാം UPA സർക്കാരായിരുന്നു, കോൺഗ്രസിന് നേതൃത്വമുള്ള സർക്കാർ. ആ സർക്കാർ നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങൾ രാജ്യത്താകെ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കി. ആ ജനങ്ങളുടെ അതൃപ്തിയായിരുന്നു നിങ്ങൾ ഉപയോഗിച്ചത്, നരേന്ദ്രമോദി ഉപയോഗിച്ചത്, BJP ഉപയോഗിച്ചത്. അന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി. ആ വാഗ്ദാനങ്ങൾ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, ജയിച്ചപ്പോഴും നോക്കിയില്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവമാണല്ലോ. പറഞ്ഞു വരുന്നത്, UPA ഗവൺമെൻറ് നയമോ 2ാം UPA ഗവൺമെൻറ് നയമോ അത് കോൺഗ്രസിൻ്റെ നയമായിരുന്നു. ഒരു കാര്യം, 2ാം UPA ഗവൺമെൻറ് നയവും, അതായത് കോൺഗ്രസിൻ്റെ നയവും, പിന്നീട് വന്ന BJP ഗവൺമെൻറ് നയവും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? നിങ്ങൾ ഓരോരുത്തരുടെയും നയം തന്നെ, ഒന്ന് കോൺഗ്രസിൻ്റെ നയമാണ്, ഒന്ന് BJPയുടെ നയമാണ്. പക്ഷേ എന്താണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ട വ്യത്യാസം? ജനങ്ങൾക്ക് ഒരേ അനുഭവം, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒരേ നയം. എന്താ അങ്ങനെ വരാൻ കാരണം? BJPക്കും കോൺഗ്രസിനും ഒരേ സാമ്പത്തിക നയമാണുള്ളത്. ജനങ്ങളെ കൂടുതൽ പാപ്പരീകരിക്കുന്നതാണ്. സമ്പന്നരെ അതിസമ്പന്നരും അതിസമ്പന്നരെ കൂടുതൽ സമ്പത്തുള്ളവരുമാക്കി മാറ്റുന്ന ഒരു നയം. അപ്പോ ആ കാര്യത്തിൽ നിങ്ങൾ ഏതിനെയാണ് കോൺഗ്രസിനെ വിമർശിക്കേണ്ടത്? ഞങ്ങളുടെ വിമർശനം എന്താ? ഈ രാജ്യത്ത് ജനദ്രോഹപരമായ നടപടികൾ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ആ നയങ്ങൾക്കെതിരെ അണിനിരക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കാരണം കോൺഗ്രസ് നേരത്തെ അംഗീകരിച്ചു വെച്ച നയം ഇതാണ്. അവർ പണ്ട് സ്വീകരിച്ച നയം തെറ്റായിപ്പോയി എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതേവരെ പറഞ്ഞിട്ടില്ല. BJP ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയത്തോട്
യോജിച്ചു പോകാനാണ് കോൺഗ്രസിന് താല്പര്യം. നിങ്ങളെന്തിനാണ് നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത്? നിങ്ങൾക്ക് വിമർശനമില്ലാലോ. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ നയമല്ലേ? പിന്നെ വിമർശനം വേണ്ടത് നിങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള പാർട്ടി RSS നേതൃത്വം കൊടുക്കുന്നൊരു പാർട്ടിയാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ബാധ്യപ്പെട്ടൊരു പാർട്ടിയാണ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കോൺഗ്രസ് അതല്ല. കോൺഗ്രസ് എല്ലാ കാലത്തും അവകാശപ്പെട്ടുള്ളത് ഞങ്ങളൊരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണ്. അപ്പോ RSS നയം നടപ്പിലാക്കാൻ ബാധ്യപ്പെട്ട നരേന്ദ്രമോദിയുടെ കക്ഷി 2019 രണ്ടാം ഊഴം കിട്ടിയപ്പോൾ, 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ കക്ഷിക്ക് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞ് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞതോടെ രാജ്യത്ത് നടപ്പാക്കാൻ പുറപ്പെട്ടത് RSSന്റെ അജണ്ടകളാണ്. RSSന് അജണ്ടകൾ പലതുണ്ട്. നരേന്ദ്രമോദിയുടെ 2014 മുതൽ 19 വരെയുള്ള ഒന്നാം ടേം അപ്പോഴും RSS നയം തന്നെയാണ് നടപ്പാക്കിയത്. ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരലായിരുന്നു. എല്ലാം കാവ്യവൽക്കരിക്കലായിരുന്നു. എല്ലാറ്റിലും കഴിയാവുന്നത്ര സംഘപരിവാറുകാരെ കുത്തിക്കയറ്റലായിരുന്നു. RSSന്റെ തീവ്രമായ അജണ്ട നടപ്പാക്കാൻ രാജ്യത്തെ പരുവപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം. 2019 രണ്ടാം ഊഴം കിട്ടിയപ്പോൾ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെ ആദ്യം എടുക്കാൻ തീരുമാനിച്ചു. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട? നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷത തകർക്കൽ. ഒരു കാലത്തും മതനിരപേക്ഷത RSS അംഗീകരിച്ചിട്ടില്ല. എല്ലാ കാലത്തും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടാം ഊഴം കിട്ടിയപ്പോൾ മതനിരപേക്ഷത തകർക്കുക എന്ന RSS നയം നടപ്പാക്കാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചു. അതിനാണ് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയത്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്ന ഭേദഗതിയാണ് പൗരത്വ നിയമ ഭേദഗതിയായി വന്നത്. ഇക്കാര്യത്തിൽ പരക്കെ പ്രതിഷേധമുയർന്നു. ലോകരാഷ്ട്രങ്ങൾ പ്രതിഷേധിച്ചു. രാജ്യത്ത് മിക്ക പാർട്ടികളും മതനിരപേക്ഷ ശക്തികളാകെ പ്രതിഷേധിച്ചു. പക്ഷേ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല. സാങ്കേതികമായി വിയോജിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രതിഷേധം വേണ്ട രീതിയിൽ ഉയർന്നോ? പാർലമെന്റിലും ഉയർന്നില്ല, പാർലമെന്റിന് പുറത്തും ഉയർന്നില്ല. ഡൽഹിയിൽ കനത്ത പ്രക്ഷോഭമായിരുന്നതിനെതിരെ കോൺഗ്രസ്സുകാർ എവിടെയും കണ്ടില്ല. നരേന്ദ്രമോദി, നിങ്ങൾക്ക് കോൺഗ്രസിനെ വിമർശിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോ നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് സ്വാഗതം ചെയ്യല്ലേ?
കാരണം നിങ്ങളുടെ നിലപാടിനോടൊപ്പം കോൺഗ്രസ് അണിനിരക്കുന്ന കാഴ്ചയല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങളെന്തിന് രാഹുൽ ഗാന്ധിയെ വിമർശിക്കണം? ഒരു മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന പാർട്ടി സംഘപരിവാറിന്റെ നിലപാടിനോടൊപ്പം യോജിക്കുന്നു. സംഘപരിവാറിന്റെ അജണ്ടയോടൊപ്പം നിൽക്കുന്നു. ഇതിൽ പരം സന്തോഷം തരുന്ന കാര്യം മറ്റെന്തുണ്ട് നിങ്ങൾക്ക്? മോദി, നിങ്ങൾ എന്തിന് രാഹുൽ ഗാന്ധിയെ വിമർശിക്കണം? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ മനസ്സ് അഭിനന്ദിക്കുകയല്ലേ? അതല്ലേ ഉണ്ടാകുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നു? കോൺഗ്രസിന്റെ മതനിരപേക്ഷത എവിടെ പോയി? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടവരല്ല. മതനിരപേക്ഷത ഇല്ലാതായാൽ സന്തോഷിക്കുന്നവരാണ് നിങ്ങൾ. BJP, കോൺഗ്രസും സംഘപരിവാർ മനസ്സിനോടൊപ്പം യോജിക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അതിരറ്റ സന്തോഷം. ഞങ്ങൾക്കതല്ല. എങ്ങനെയാണ് കോൺഗ്രസ് ഈ രീതിയിൽ അധപ്പതിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അവിടെയാണ് ഞങ്ങളുടെ വിമർശനം. ഡൽഹിയിലെ പ്രക്ഷോഭത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസ് ഉണ്ടായോ? പോട്ടെ, കേരളത്തില് ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് നരേന്ദ്രമോദി നിങ്ങളുടെ നിയമ ഭേദഗതിയെ എതിർത്തത്. ഞങ്ങൾ ആദ്യം പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റ് ആദ്യം പറഞ്ഞു, ഈ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ അവിടെ നിർത്തിയില്ല. എല്ലാവരും കൂടിയുള്ളൊരു പ്രതിഷേധ സംഗമം വെച്ചു. അതിൽ കോൺഗ്രസും ഉണ്ടായി, പ്രതിപക്ഷ നേതാവും ഉണ്ടായി, എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഉണ്ടായി. സർവകക്ഷി യോഗം ചേർന്നു, എല്ലാവരും ഉണ്ടായി. നിയമസഭ പ്രത്യേകം വിളിച്ചു, എല്ലാവരും വന്നു. ഈ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഐകണ്ഠ്യേന പാസാക്കി. പ്രതിപക്ഷ നേതാക്കൾ കൂടി അതിൻ്റെ കൂടെ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മറ്റാരുമല്ല, KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി രംഗത്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം, കേന്ദ്രം പാസാക്കിയ നിയമം ഇവിടെ നിയമസഭ പ്രമേയം പാസാക്കിയത് കൊണ്ട് നടപ്പാകാതെ ഇരിക്കുമോ? എത്ര ചരിത്ര നിഷേധമുള്ള ചോദ്യമാണെന്ന് നോക്കൂ. തൊട്ട് പിന്നാലെ അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. നരേന്ദ്രമോദി, നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം പകരുന്ന കാര്യമാണത്. കാരണം നിങ്ങളുടെ നിലപാടിനുള്ള അംഗീകാരമല്ലേ. നിങ്ങൾ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നു എന്ന ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ കേരളമാകെ ഒന്നിച്ച് പ്രതിഷേധിക്കുന്നിടത്ത് നിന്ന് കോൺഗ്രസ് പരസ്യമായി പറയാണ്, ഞങ്ങൾ ഇനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല. നിങ്ങൾക്ക് സന്തോഷം വരില്ലേ? നിങ്ങളെന്തിന് രാഹുൽ ഗാന്ധിയെ വിമർശിക്കണം? അതല്ലേ വസ്തുത. വിമർശിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഇതെല്ലാം 4 വർഷം മുൻപുള്ള കാര്യമാണ്. ഇപ്പം 4 വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഈ നിയമം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ്, തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് നടപ്പാക്കാൻ ചട്ടം കൊണ്ടുവന്നു. അതേക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല.
പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്താ അങ്ങനെ വന്നത്? ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന, ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ടല്ലോ, അങ്ങനെ അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ സംഘപരിവാർ മനസ്സിനോടുള്ള യോജിപ്പ് ഞങ്ങൾ വിമർശനപരമായി ഉന്നയിക്കില്ലേ? നരേന്ദ്രമോദി പറയുന്നു, ഞാൻ വിമർശിക്കുന്നതിനേക്കാളും വിമർശിക്കണം. നിങ്ങളെന്തിനു വിമർശിക്കണം? നിങ്ങളുടെ അജണ്ടയല്ലേ, അതിന്റെ കൂടെയല്ലേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സിനത് കുളിർമ നൽകിയല്ലേ, നിങ്ങളെന്തിനു വിമർശിക്കണം? ഇപ്പോ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കി. ആ പ്രകടന പത്രികയിൽ ഇപ്പോൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രിക വ്യക്തമായി പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. അർത്ഥശങ്കക്കിടയില്ലാലോ. കോൺഗ്രസ് പറഞ്ഞോ വല്ലതും പ്രകടന പത്രികയിൽ? എന്തേ പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് ശബ്ദിക്കാതിരുന്നത്? സാധാരണക്ക് അങ്ങനെ വരില്ലല്ലോ. ഇപ്പോ അവസാനം അതിൻ്റെ മറ്റു കുറേ കാര്യങ്ങൾ, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മുടെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന UDF കൺവീനറുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞത്, ഈ കയ്യോടെ പിടിക്കപ്പെട്ടു, ഒന്നും ഇതിലില്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് മനസ്സില്ല ഉൾപ്പെടുത്താൻ, നിങ്ങൾക്കെന്ത് വേണോ? അതാണ് ശരിയായ ന്യായം. ആ പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാടാണ്. പക്ഷേ ഇപ്പോൾ ഒരു വിവരം പുറത്തു വന്നു കേട്ടോ. ആ വിവരം പുറത്തു കൊണ്ടുവന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. അവര് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, ഈ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള സമിതിയിലെ അംഗങ്ങൾ, അവരെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്ക് കിട്ടിയ വിവരം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ പറയാണ്, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് രൂക്ഷമായ രൂപത്തിൽ പ്രകടന പത്രികയിൽ കരടിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ആ കരട് അംഗീകരിക്കാൻ നേതാക്കന്മാരുടെ മുന്നിലെത്തി. ഇത് വേണ്ട എന്ന് പറഞ്ഞു, ഈ ഭാഗം ഒഴിവാക്കി. എന്തേ ആ ഭാഗം ഒഴിവാക്കാൻ കാരണം? അതൊരു പ്രശ്നമല്ലേ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്ന ഈ ഭേദഗതി കോടാനുകോടി ജനങ്ങളെയാണ് ആശങ്കയിലാഴ്ത്തുന്നത്. വെറും ആശങ്കയാണോ? ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ തങ്ങൾക്കും കുടുംബത്തിനും തുടർന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളത്. ആ ആശങ്കയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളോടാണ് ഞങ്ങൾ, നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാൻ വേണ്ടി ശ്രമിച്ചത്. അതിനാണ് കേരള സർക്കാർ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയത്. ഈ നിയമ ഭേദഗതി നമ്മുടെ ഭരണഘടന പ്രകാരം നിലനിൽക്കാത്ത ഒന്നാണ്. അത് നടപ്പാക്കാൻ ചട്ടം കൊണ്ടുവന്നപ്പോൾ ആ ചട്ടങ്ങൾ വന്ന സാഹചര്യത്തിൽ നേരത്തെയുള്ള ഹർജി ഒന്നുകൂടി ബലപ്പെടുത്തി സുപ്രീം കോടതി ഉന്നയിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ LDF തീർത്ത മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തവരായിരിക്കും.
ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലും കനത്ത പ്രക്ഷോഭം ഈ നിയമഭേദഗതിക്കെതിരെ ഉയർന്നു. അവിടങ്ങളിലെല്ലാം ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ എംപിമാരും ഓടിയെത്തി. ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനറൽ സെക്രട്ടറിമാര് സീതാറാം യെച്ചൂരി, ഡി രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര. ഒരു കോൺഗ്രസ്സുകാരനെയും അവിടെ എവിടെയും കണ്ടില്ല. ഇതെല്ലാം ആശങ്കപ്പെടുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം അവരുടെ അടുത്തെത്തിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചതായിരുന്നു. നരേന്ദ്രമോദി പറയുന്നു രാഹുൽ ഗാന്ധിയെ താൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിൽ LDF വിമർശിക്കുന്നു. ഇതാണ് കാര്യം. മോദി, നിങ്ങളെ അജണ്ടയോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യം കോൺഗ്രസിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്. ആ ഭാഗം തുറന്നു കാട്ടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മാറ്റം കോൺഗ്രസിനാണ് വരേണ്ടത്. പക്ഷേ മാറ്റത്തിൻ്റെ രീതിയിലല്ല അവർ പോകുന്നത്. അവർ കൂടുതൽ സംഘപരിവാർ മനസ്സിലേക്ക് പോവുകയാണ്. അതല്ലേ വസ്തുത? നിങ്ങൾ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിയ രണ്ടാമത്തെ ഇനം ജമ്മു കാശ്മീരിന്റെ പ്രശ്നം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഭരണഘടന ഉറപ്പു നൽകി. 370-ാം വകുപ്പ്. ഭരണഘടന ഉണ്ടായ നാൾ മുതൽ RSS പറയുന്ന കാര്യം ആ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയണം. നരേന്ദ്രമോദിയുടെ രണ്ടാം ഊഴം, ആ ഗവൺമെന്റ് രണ്ടാം ഊഴം, RSS അജണ്ട നടപ്പാക്കൽ. ഒരു ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റ് എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു. അതിലൊന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. മതനിരപേക്ഷ ശക്തികൾ ആകെ എതിർത്തു. രാജ്യത്ത് വലിയ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തിന്റെ തോതിൽ കോൺഗ്രസിൽ നിന്ന് പ്രതിഷേധമുയർന്നോ? സാങ്കേതികമായി വിയോജിച്ചില്ല എന്നല്ല. ഇത്രയും ഗൗരവമായ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ കനത്ത ശബ്ദം ഉയർന്നോ? എന്തേ ഉയരാതിരുന്നത്? സംഘപരിവാർ അജണ്ട നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പാക്കുമ്പോൾ കോൺഗ്രസിന് ഉച്ചത്തിൽ പ്രതിഷേധിക്കാൻ എന്താണ് വൈക്ലഭ്യം? നരേന്ദ്രമോദി, നിങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധിയെ താൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിൽ LDF വിമർശിക്കുന്നുവെന്ന്. നിങ്ങളെന്തിന് ഇതിനെ വിമർശിക്കണം? നിങ്ങളുടെ അജണ്ടയോടൊപ്പം നിൽക്കുന്ന മനസ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമല്ലേ? നിങ്ങൾ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലേ വസ്തുത. ഞങ്ങളോ മതനിരപേക്ഷത ദുർബലപ്പെടുന്ന കാര്യം അതീവ ഗൗരവത്തോടെ കാണുന്നു. അതാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. സംഘപരിവാർ മനസ്സ് എങ്ങനെ കോൺഗ്രസിന് വരുന്നു? ജമ്മു കാശ്മീർ വിഷയത്തിൽ BJPയെ രഹസ്യമായി അഭിനന്ദിച്ച എത്ര കോൺഗ്രസ് നേതാക്കളുണ്ട്? ഒരാളുടെ കാര്യം രഹസ്യമല്ല, പരസ്യ.
ആരാത്? രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്. അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. എന്തൊരു നല്ല കാര്യം BJP ചെയ്തത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നു, സംസ്ഥാനം അല്ലാതാക്കുന്നു. ആവേശം അടക്കാൻ പറ്റാതെ അദ്ദേഹം കോൺഗ്രസ് വിട്ടു, BJPയിൽ ചെന്നു. BJP അദ്ദേഹത്തെ സ്വീകരിച്ചു, വീണ്ടും രാജ്യസഭാംഗമാക്കി, രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു. നരേന്ദ്രമോദിക്ക് സന്തോഷം, BJPക്ക് സന്തോഷം, സംഘപരിവാറിനാകെ സന്തോഷം. സംഘപരിവാർ മനസ്സിനോടൊപ്പം കോൺഗ്രസ് നിൽക്കുന്നു. ഞങ്ങളത് തുറന്നു കാണിക്കേണ്ട ബാധ്യതയുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള സന്തോഷം, അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊന്നും പറയാനില്ല ഈ കാര്യത്തിൽ. സ്വാഭാവികമാണത്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നരേന്ദ്രമോദി, അങ്ങയുടെ സർക്കാർ NIA ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു. ഈ രാജ്യത്തെ കടുത്ത ഒരു നിയമം, അതിനെ കൂടുതൽ കടുപ്പിക്കാനാണ്. എന്താ ഉദ്ദേശം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്താ കോൺഗ്രസ് സ്വീകരിച്ച നില? ഈ ബില്ലിനെ എതിർക്കാൻ തയ്യാറായില്ല. ലോക്സഭയുടെ അനുഭവം, ബില്ലിനെ എതിർത്തത് ആകെ 6 പേര്. അതിലൊന്ന് ആലപ്പുഴയിലെ ആരിഫ്. നരേന്ദ്രമോദിക്ക് സന്തോഷം പകരുന്ന കാര്യമല്ലേ? നിങ്ങളെ അജണ്ടയുടെ കൂടെയല്ലേ കോൺഗ്രസ് നിൽക്കുന്നത്? നിങ്ങളെന്തിനതിനെ വിമർശിക്കണം? പക്ഷെ ഞങ്ങൾ തുറന്നു കാണിക്കണ്ടേ? നിങ്ങളുമായി ചേരുന്ന അവസ്ഥ ഞങ്ങൾ തുറന്നു കാണിക്കണ്ടേ? ഈ രാജ്യത്തെ ഏറ്റവും കടുത്ത കരിനിയമം UAPA, അതിനെ കൂടുതൽ കരിനിയമാക്കാൻ ഭേദഗതി കൊണ്ടുവരുന്നു. എന്തിനാണ് അതൊക്കെ എന്ന് എല്ലാവർക്കും അറിയാലോ. ആ ഭേദഗതി വന്നപ്പോ കോൺഗ്രസ് BJPയുടെ കൂടെ എന്തൊരു സന്തോഷം നരേന്ദ്രമോദിക്കും കൂട്ടർക്കും. എതിർക്കേണ്ട കോൺഗ്രസ് അല്ലേ കൂടെ നിൽക്കുന്നത്? നിങ്ങളെന്തിനു വിമർശിക്കണം? നിങ്ങൾ സന്തോഷിക്കല്ലേ? ഞങ്ങൾ മതനിരപേക്ഷതയുടെ സംരക്ഷണമാണ് ആഗ്രഹിക്കുന്നത്. RSS അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൂടാ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആ കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾ നിറവേറ്റിയത്. അത് ചെയ്യണ്ടേ ഞങ്ങൾ? ഇങ്ങനെ എത്ര. ഇനി വേറൊരു ഭാഗം, കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 18 പേരാണല്ലോ UDFന്റെ ഭാഗമായിട്ട് ഇപ്പോ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ളവര്. ഈ 18 അംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങളോടൊപ്പം നിന്നോ? നരേന്ദ്രമോദിയാണല്ലോ ഈ പ്രശ്നം എടുത്തിട്ടത്. ഞങ്ങള് നരേന്ദ്രമോദി പറയുന്നതിനേക്കാളും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നതാണല്ലോ അദ്ദേഹത്തിനുള്ള പരാതി. ഞങ്ങൾ നേരിട്ട കെടുതിയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളം നൂറ്റാണ്ടിലെ മഹാപ്രളയം, ആ മഹാപ്രളയം നേരിടുമ്പോ നിങ്ങൾ നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകിയോ? കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയമല്ലേ?
നാം പ്രത്യേക പാക്കേജ് ചോദിച്ചു, പ്രത്യേക പാക്കേജ് ഇല്ല. പ്രത്യേക സഹായമില്ല. സ്വാഭാവികമായി നിങ്ങളുടെ നിലപാടിനെതിരെ കേരളം ഒറ്റക്കെട്ടായി എതിർപ്പ് രേഖപ്പെടുത്തേണ്ടതല്ലേ? കോൺഗ്രസ് നിങ്ങളോടൊപ്പമല്ലേ നിന്നത്? നിങ്ങളെ ഭാഗം ന്യായീകരിക്കാനല്ലേ കോൺഗ്രസ് ആ ഘട്ടത്തിൽ ശ്രമിച്ചത്? കേരളത്തിന് സഹായം നൽകാൻ തയ്യാറായ രാഷ്ട്രങ്ങൾ ആ സഹായം സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. അതിനെതിരെ അരയക്ഷരം കോൺഗ്രസിന്റെ ഭാഗത്ത് ശബ്ദമില്ല. നരേന്ദ്രമോദിക്കും BJPക്കും സന്തോഷം. കാരണം കേരളത്തിനെതിരെയുള്ള നിലപാടിൽ കോൺഗ്രസും അതിനോടൊപ്പം നിൽക്കുന്നു, UDFും അതിനോടൊപ്പം നിൽക്കുന്നു. ഇതല്ലേ നമ്മുടെ അനുഭവം? നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സഹായം സ്വരൂപിക്കാൻ പറ്റും, നിങ്ങൾ ഏതെങ്കിലും മന്ത്രിമാർ വരണം, അത് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തേജനമാകും. ഞങ്ങൾ അയക്കാൻ തീരുമാനിച്ചു. മന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് കേന്ദ്രത്തിന്റെ അനുമതി വേണം. കേന്ദ്രം അനുമതി നിഷേധിച്ചു. നിങ്ങളെ കൂടെ കോൺഗ്രസ്, അതിനെതിരെ അരയക്ഷരമില്ല. ഇതല്ലേ ദുരിതകാലത്തുള്ള നമ്മുടെ അനുഭവം? നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നു, ഞാൻ കേരളത്തെ വികസിപ്പിക്കും. ആപത്ത് കാലത്ത് സഹായിക്കാത്ത നിങ്ങളാണോ കേരളത്തെ വികസിപ്പിക്കാൻ നോക്കുന്നത്? നമുക്കറിയില്ലേ ഇതൊക്കെ? ആര് വിശ്വസിക്കും? ഇതല്ലേ വസ്തുത? ഈ 18-അംഗ സംഘത്തിന്റെ കാര്യം എടുത്താൽ, നിങ്ങൾ കേരളത്തോടുള്ള പ്രത്യേക പക തീർക്കൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ഒരു ഇഞ്ച് കേരളം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കൽ, സാമ്പത്തികമായി ഞെരുക്കൽ എല്ലാം നിങ്ങളുടെ ഭാഗത്തുണ്ടായി. അപ്പോ ഞങ്ങള് MP-മാരുടെ കോൺഫറൻസിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം, നിവേദനം കൊടുക്കണം. എല്ലാവരും സമ്മതിച്ചു, പക്ഷേ തയ്യാറല്ല ഒപ്പിടാൻ. രണ്ടാമത്തെ തവണ ഇതേ കാര്യം ആവർത്തിക്കുക. അപ്പോ നിവേദനം ഒപ്പിടാൻ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടാം, ഒരു വാചകം കൂടി എഴുതണം. അതെന്താ? കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് എഴുതി വെക്കണം. എങ്ങനെയുണ്ട്? നാം കൊടുക്കുന്ന നിവേദനം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, വിവേചനം, അതിനെതിരെ. അപ്പൊ അതിൽ പറയാ, ഇതൊന്നും സംഭവിക്കുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തൊരു ഗവൺമെന്റ് ഉണ്ട്, ആ ഗവൺമെന്റ് കെടുകാര്യസ്ഥ കൊണ്ടാണ്. നരേന്ദ്രമോദി നിങ്ങൾക്ക് സന്തോഷം പകരുന്ന ഏറ്റവും വലിയ നിലപാടല്ലേ അത്? ഈ കേരളത്തിലെ കോൺഗ്രസും UDFും നിങ്ങളെ പൂർണ്ണമായി ന്യായീകരിക്കല്ലേ, നിങ്ങളെ പൂർണ്ണമായി ചാരി നിൽക്കുകയല്ലേ? അതിൽ പരം സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ? നിങ്ങൾ എന്തിന് കോൺഗ്രസിനെ വിമർശിക്കണം? അതല്ലേ വസ്തുത. ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്താ നിങ്ങൾ കാണിച്ചത്? ഞങ്ങളെ ഗത്യന്തരമില്ലാതെയാണല്ലോ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോയത്. അതിൽ പറഞ്ഞു 7 വർഷം കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയ സംഖ്യ, കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയത് കൊണ്ട് കേരളത്തിന്റെ കയ്യിൽ കിട്ടാതിരുന്ന സംഖ്യ എത്രയാത്?
1,07,500 കോടിയിൽ പരം രൂപ. എങ്ങനെ മുന്നോട്ട് പോകും കേരളം? 7 വർഷത്തിൽ 2 വർഷം വിട്ടുകള ഇവരതല്ല, 5 വർഷം ഇവരതും കൂടിയാണല്ലോ. ഇവരെന്തെങ്കിലും പറഞ്ഞോ ഇതിനെതിരെ? ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദിച്ചോ? ഇപ്പോ നരേന്ദ്രമോദി പറയുന്നു കേരളം സുപ്രീം കോടതിയിൽ പോയി, അവിടുന്ന് കനത്ത തിരിച്ചടി കേരളത്തിനേറ്റു. ഏതാ തിരിച്ചടി? സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പറയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കേരളത്തിന് ന്യായമായും അർഹതപ്പെട്ടതല്ലേ 13,000 കോടിയിൽ പരം രൂപ. ആദ്യം അത് അനുവദിക്കൂ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഉടക്കൊക്കെ മാറി 13,000-ൽ പരം കോടി രൂപ കേരളത്തിന് അനുവദിക്കാൻ തയ്യാറായത്. ഇതൊരു ഔദാര്യമല്ല, നമ്മുടെ നാടിന് അർഹതപ്പെട്ടതാണ്. ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് പോലും സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. ഇതിലെ BJP ഗവൺമെന്റ് ഉയർത്തിയ വിദണ്ഡവാദങ്ങളുണ്ട്. ആ വിദണ്ഡവാദങ്ങളുടെ കൂടെയായിരുന്നു ഈ 18-അംഗ സംഘവും കോൺഗ്രസും. ആ 18-അംഗ സംഘത്തിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആ 18-അംഗ സംഘം സ്വീകരിച്ച നിലപാടിനെ നിങ്ങൾ മനസ്സാ പുകഴ്ത്തുകയായിരുന്നില്ലേ നരേന്ദ്രമോദി? അതല്ലേ വസ്തുത? നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കേരളത്തിന് കനത്ത തിരിച്ചടിയായിട്ടത്. സുപ്രീം കോടതി എന്താ ചെയ്തത്? സുപ്രീം കോടതി പറഞ്ഞു, അവസാനം വാദം കേട്ടു, അതിനുശേഷം പറഞ്ഞു ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കേരളം ഉയർത്തിയിരിക്കുന്നത്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത്. അതായത് സാമ്പത്തിക ഫെഡറലിസമാണ് കേരളം ഉയർത്തിയ പ്രശ്നം. അതിനെതിരെയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം. എന്താണ് കേരളത്തിൻ്റെ വിമർശനം? അതാണ് ഹർജിയുടെ സത്ത. സുപ്രീം കോടതി ഇതേവരെ കടക്കാത്ത ഒരു മേഖലയാണത്. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്, വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട്. അതിനായി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. എന്താ അത്? കേരളത്തിൻ്റെ വാദം അംഗീകരിച്ച് കൂടുതൽ വാദത്തിനായി ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. ദേശീയ തലത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് അത് മാറുന്നു. ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഈ 18-അംഗ സംഘത്തിൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ കേരളത്തിന് അനുകൂലമായിട്ട്? എല്ലായ്പ്പോഴും BJPയെ ചാരി BJP ഗവൺമെന്റിനോടൊപ്പം അതല്ലേ ഉണ്ടായത്? അപ്പോ നരേന്ദ്രമോദിക്ക് അവരെ വിമർശിക്കേണ്ട കാര്യമില്ല. നരേന്ദ്രമോദിക്ക് ഉള്ളാലെ സന്തോഷമാണ് ആ നിലപാടിൽ. നമുക്കാ സന്തോഷമല്ല. ഇത്തരമൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നല്ലോ എന്ന ചിന്തയാണ് നമുക്ക്. അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കേണ്ട ബാധ്യത LDFനുണ്ട്. അതാണ് LDF ചെയ്യുന്നത്. ഇവിടെ ചുരുക്കത്തിൽ സംഭവിച്ചത് എന്താ? BJPക്ക് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്. അത് സ്വാഭാവികമാണ്. അവരെ കേരളം സ്വീകരിക്കുന്നില്ല, അതിനോടുള്ളൊരു വിരോധം. കോൺഗ്രസിനും UDFനും എങ്ങനെ വിരോധം വന്നു? ഇവരെ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയവരല്ലേ. അവരെ എന്തിനാണ് കേരളത്തിനെതിരായ സമീപനം BJPയോടൊപ്പം നിന്നുകൊണ്ട് സ്വീകരിക്കുന്നത്? ഫലത്തിൽ 2 കൂട്ടരും കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചു. കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരെ ജനം തിരിച്ചറിയുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ 5 വർഷക്കാലത്തെ അനുഭവം വിലയിരുത്തുമ്പോൾ കേരളം ഈ കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവർക്കെതിരെയുള്ള നിലപാടിലാണ് എത്തുന്നത്. അതിൻ്റെ ഭാഗമായി കേരളമാകെ എല്ലാ മണ്ഡലങ്ങളിലും LDF അനുകൂല തരംഗം അലയടിച്ചു വരികയാണ്.
ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. ഇവിടെ സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ബാലകൃഷ്ണൻ മാസ്റ്ററെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയ സ്വീകാര്യത സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇതിനകമുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. കാരണം എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും ഇവിടെ ജനങ്ങളുടെ കൂടെ ബാലകൃഷ്ണ മാഷ് ഉണ്ടായിരുന്നു. അത്തരമൊരു പ്രതിനിധിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് ജനങ്ങൾ കരുതുന്നു. നിലപാടിൽ തെളിമയും ആശയത്തിൽ നല്ല വ്യക്തതയും എല്ലാ കാലത്തും ബാലകൃഷ്ണ മാസ്റ്റർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാവില്ല. രാജ്യത്തെ പ്രശ്നമായാലും കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമായാലും കാസർഗോഡ് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളായാലും അതിലെല്ലാം വ്യക്തതയാർന്ന നിലപാട് സ്വീകരിക്കാൻ ബാലകൃഷ്ണ മാസ്റ്റർക്ക് കഴിയും. അതാണ് ജനങ്ങളും വോട്ടർമാരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണ മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ദിനംതോറും സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ബാലകൃഷ്ണ മാസ്റ്ററുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലകൃഷ്ണ മാസ്റ്ററെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.